അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ പ്രിയപ്പെട്ട ജനങ്ങളെ, ഖബറുകളിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്നത് ഈ മണ്ണിൽ നിന്ന് തന്നെയാണ്. വിചാരണ ചെയ്യുന്നതും ഈ നാട്ടിൽ തന്നെയാണ്. മഹ്ശർ എന്ന മൈതാനം ഒരുക്കപ്പെടുന്നതും ഈ ഭൂമിയിൽ തന്നെയാണ്. വേറൊരു ലോകമില്ല, എല്ലാ ലോകവും ഇവിടെയാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹം ലഭിച്ചവർക്ക് അത് കാണാൻ കഴിയും. കണ്ണിലെ മൂടി മാറ്റണം, കൽബിലെ മൂടി മാറ്റണം. അവരാണ് സത്യവിശ്വാസികൾ. അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോഴാണ് ഒരാൾ വിജയം പ്രാപിക്കുന്നത്. തീർച്ചയായിട്ടും അള്ളാഹുവിനെ കാണാൻ കഴിയും. അള്ളാഹുവിനെ കാണാൻ കഴിയുമെന്ന് പറഞ്ഞാൽ അത് വർണ്ണിക്കാൻ കഴിയത്തില്ല. അത് കണ്ടുമുട്ടുമ്പോൾ തന്നെ അത് മനസ്സിലാക്കും. അതുകൊണ്ട് നമസ്കാരം നന്നായി കഴിഞ്ഞാൽ അള്ളാഹുവിലേക്ക് എത്തിപ്പെടാൻ പറ്റും. നമസ്കാരം നന്നാകണമെങ്കിൽ നമസ്കാരത്തിൽ അള്ളാഹുവിനെക്കുറിച്ച് മാത്രമായിരിക്കണം ഓർമ്മ. ഭയഭക്തിയോടെ നിസ്കരിക്കണം. അള്ളാഹു എന്നെ കാണുന്നു, ഞാൻ അള്ളാഹുവിനെ കണ്ടുകൊണ്ട് നിസ്കരിക്കണം. ആ ഓതലും ഖുർആൻ ഓതലും അതും ഇതുമെല്ലാം അള്ളാഹുവിൻ്റെ സംസാരമാണ്. നമ്മൾ അള്ളാഹുവായിട്ടുള്ള സംസാരത്തിലാണ്. അള്ളാഹു കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്, ദൃഢമായി വിശ്വസിച്ച് വേണം നമസ്കരിക്കാൻ. അള്ളാഹുവിനെക്കുറിച്ച് നമസ്കാരത്തിൽ ഓർക്കണമെങ്കിൽ ജീവിതത്തിൽ അള്ളാഹുവിനെക്കുറിച്ച് ഓർത്ത് നടക്കണം. അവനെ ആരാധിച്ച് നടക്കണം. സൂക്ഷ്മത പുലർത്തി നടക്കണം. എന്നവർക്ക് മാത്രമേ നമസ്കാരത്തിൽ അള്ളാഹുവിനെക്കുറിച്ച് ഓർക്കാൻ കഴിയുകയുള്ളൂ. ഒരു 5-10 മിനിറ്റുള്ള നമസ്കാരത്തിൽ നമുക്കൊരിക്കലും അള്ളാഹുവിനെ ഓർക്കാൻ കഴിയത്തില്ല. കാരണം ബാക്കിയുള്ള സമയം മുഴുവൻ അള്ളാഹുവിനെ മറന്നുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് നമസ്കാരത്തിൽ അള്ളാഹുവിനെക്കുറിച്ച് ഓർക്കാൻ കഴിയാത്തത്. എല്ലാവർക്കും നമസ്കാരത്തിൽ ഒരു ശ്രദ്ധയുമില്ലാതെ അള്ളാഹു എന്നുള്ള ഏക ശ്രദ്ധ കിട്ടാൻ വളരെ സിമ്പിളായിട്ട് നടക്കും. നമ്മളത് പ്രവർത്തിക്കാത്തതിൻ്റെ കുഴപ്പമേ ഉള്ളൂ. ഞാനിത് മനസ്സിലാക്കിയത് എനിക്കിപ്പോൾ 39 വയസ്സ് കഴിഞ്ഞു. അന്നേരമാണ് എനിക്കത് മനസ്സിലായത്, നേടിക്കിട്ടിയത്. ഇനി നിങ്ങൾക്കത് ഞാൻ പറയുന്നത് പോലെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കത് എളുപ്പം കിട്ടാനുള്ള വഴിയുണ്ട്. അതായത് ഇപ്പോൾ ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം ഒഴിവാക്കുക. ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിലേക്ക് മുഖം തിരിച്ച് നടക്കുക. എന്താണ് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ? ജോലിയെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു, അതുകൊണ്ട് എനിക്ക് പള്ളിയിൽ പോകാൻ പറ്റത്തില്ല, നിസ്കരിക്കാൻ പറ്റത്തില്ല. ആ നിസ്കാരത്തെ വില കൽപ്പിക്കാതെ, നിസ്കാരത്തിന് മുൻഗണന നൽകാതെ ജോലി തിരക്കിലായി. എന്നാൽ ഉച്ചക്ക് ഭക്ഷണം കഴിക്കൽ ഒഴിവാക്കുന്നുണ്ടോ? ഇല്ല. ആ ഭക്ഷണം തരുന്നവൻ്റെ ആരാധിക്കലാണ് നിങ്ങൾ ഒഴിവാക്കുന്നത്. നമസ്കാരം മുറ പോലെ നിസ്കരിക്കണം. നമ്മൾ ജോലി ചെയ്ത് കഴിഞ്ഞൊരു വേസ്റ്റ് സമയം പോരാ. പറഞ്ഞ സമയത്ത് പള്ളിയിൽ പോയി ജമാഅത്തായിട്ട് നമസ്കരിക്കണം 5 നേരം.